വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോവൂരിലെ കടയിൽ വീണ്ടും സംഘർഷം. ഇന്നലെ രാത്രിയാണ് നാട്ടുകാരിൽ ചില ആളുകൾ കടയിൽ കയറി മർദ്ദിച്ചത്. നാട്ടുകാർ കടയിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. വിവരങ്ങളുമായി അബിന ബി ചിറക്കൽ ചേരുന്നു. അബിന, വിശദാംശങ്ങൾ. വൃന്ദ, കോവൂരിൽ എക്സൈസിന്റെ ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽപ്പെട്ട ഇടമാണ് കോവൂര്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ കോവൂരിലെ ഈ കടയിൽ, ഇരിങ്ങാലപ്പള്ളി കടയിലേക്ക് ഇതിനു മുൻപും സമാനമായ രീതിയിൽ വലിയ രീതിയിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. അന്ന് ഈ ഒരു സംഘർഷം ഉണ്ടാക്കിയത് ഒരുപക്ഷെ നാട്ടുകാരായിരുന്നില്ല. ഇതിന് തുടക്കം കുറിക്കുന്നത് ഈ 10-11 മണിക്ക് ശേഷം, 10 മണിക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള തട്ടുകടകൾ, ഈ തട്ടുകടകളിലും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ കടകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഇത്തരത്തിൽ കച്ചവടം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ് ഈ കടയിലേക്ക് എത്തുന്നത്. ഈ വലിയ രീതിയിലൊരു രാസലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. അതേ തുടർന്ന് ഈ കുട്ടികൾ, അതായത് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും അതിൽ നാട്ടുകാർ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് വ്യാപാരികളും അതുപോലെ തന്നെ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീറ്റിംഗിൽ 10 മണിക്ക് ശേഷം കടകൾ അടയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. പക്ഷെ ചില വ്യാപാരികൾ ഇത് എതിർക്കുകയും ഇതിനോടൊരിക്കലും യോജിക്കാൻ വ്യാപാരികളെ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. തുടർന്ന് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ, കഴിഞ്ഞ ആഴ്ച ഈ സമാനമായ രീതിയിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഘർഷത്തെ തുടർന്ന് വീണ്ടും ഒരു മീറ്റിംഗ് കൂടുകയും പക്ഷേ അത് പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും ഇതുപോലെ 10 മണിക്ക് ശേഷം കോവൂരിലെ ഈ കട വീണ്ടും പ്രവർത്തിച്ചതിനെ തുടർന്ന് നാട്ടുകാരെല്ലാവരും തന്നെ സംഘടിച്ച് ഈ വ്യാപാരികളുടെ അടുത്തേക്ക് എത്തുകയും പിന്നീട് വലിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. ഈ ഒരു കയ്യാങ്കളിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷെ നാട്ടുകാരെ പറയുന്ന ഒരു കാര്യം, വ്യാപാരികൾ ഗുണ്ടകളെ ഇറക്കിക്കൊണ്ട് നാട്ടുകാരെ ആക്രമിക്കാൻ വഴിയൊരുക്കി എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. ഏതായാലും ഈ ഒരു സംഘർഷാവസ്ഥയെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യാപാരികൾ മാത്രമായി ഇന്ന് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ഈ മീറ്റിംഗിലായിരിക്കും പ്രധാനമായും ഒരു തീരുമാനം വരിക. അതോടൊപ്പം തന്നെ പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഈ വ്യാപാരികളുടെ പ്രധാനമായ ഒരു തീരുമാനം. വൃന്ദ, അബിന, ഈ സംഘർഷത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായും ഇന്നലെ മാത്രമുണ്ടായ ഒരു സംഘർഷത്തിൽ വലിയ രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ മൂക്കിന്റെ പാലം ഇടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ തന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആളുടെ ആരോഗ്യനില ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തുടരുകയാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഘർഷത്തിൽ നിരവധി ആളുകൾക്ക്, നാട്ടുകാരും അതുപോലെ തന്നെ വ്യാപാരികളിൽ ചില ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഘർഷാവസ്ഥയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ വലിയൊരു സുരക്ഷ തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘർഷം ഉണ്ടാക്കിയ ആളുകൾക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ ഏതൊക്കെ രീതിയിലായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് പ്രധാനമായും ഇതൊരു ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഇടമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. വൃന്ദ, ഈ രാത്രി കാലങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ ഉണ്ടായതിനെ തുടർന്നായിരിക്കണം ഇത്തരത്തിലൊരു പ്രതിഷേധമെല്ലാം തന്നെ നടക്കുന്നത്. 10 മണിയായിട്ടും കടകൾ അടയ്ക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വരെ ഉയരുന്നുണ്ട് അല്ലേ? തീർച്ചയായും മുന്നേയും ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാർ തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കോവൂര് എന്ന് പറയുന്നത് ഒരു ജനവാസ മേഖലയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രം താമസിക്കുന്ന, അതായത് കുടുംബങ്ങൾ നിരവധി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷമകരമായ അല്ലെങ്കിൽ ഒരു ആശങ്കപരമായ ഒരു കാര്യം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ആളുകൾക്കെല്ലാം തന്നെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾ വളർന്നു വരികയാണ്. ഇത്തരം കാര്യങ്ങളാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇവരുടെ ഈ ഒരു ആശങ്ക പരിഹരിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പ്രധാനമായും പറയാനുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി താമരശ്ശേരിയിലും അതുപോലെ തന്നെ കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ രാസലഹരിയുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് നാട്ടുകാർ ഇക്കാര്യം
തന്നെയായിരിക്കും പ്രധാനമായും പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ചെറിയ കടകൾ കേന്ദ്രീകരിച്ച്, അതും 10 മണിക്ക് ശേഷം 11-12 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ചില ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കടകളിലെല്ലാം തന്നെ സംഘടിക്കുന്നതും, അതുപോലെ തന്നെ ഈ രാസലഹരിയുടെ ഉപയോഗം അമിതമാകുന്ന തരത്തിൽ ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇതിൽ ഇടപെടാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ കടയിലേക്ക് ചായ കുടിക്കാൻ എത്തിയ പെൺകുട്ടികളും അതുപോലെ തന്നെ ആൺകുട്ടികളും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അത് വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചതും അതുപോലെ തന്നെ വലിയൊരു ആശങ്കയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെയും ഈ വ്യാപാരികൾ തമ്മിലൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരിക്കൽ പോലും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ വീണ്ടും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ന് വ്യാപാരികൾ തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിലായിരിക്കും ഇന്ന് തീരുമാനം വരിക. 10 മണിക്ക് ശേഷം കടകൾ തുടരണോ വേണ്ടയോ എന്നുള്ളത്. ഇത്തരത്തിലുള്ള കടകൾ തുടരുന്നത് ഈ ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉൽപ്പന്നം വിറ്റുപോവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗം നടത്തുക എന്നുള്ളതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കടകളാണ്. അതുകൊണ്ട് തന്നെ ഈ കടകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷണം നടത്തുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ അന്വേഷണങ്ങൾ വ്യാപിക്കുന്നതും ഇത്തരത്തിലുള്ള ഈ കേന്ദ്രങ്ങളിലൂടെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. വൃന്ദ. ശരി, അഭിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.